എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സോയ ഉരുളക്കിഴങ്ങ് മസാലയാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് സോയ ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ ടൈപ്പ് സോയയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കാം നമുക്ക്. അപ്പോഴേക്കും സോയയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു സവാള കനം കുറഞ്ഞ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് നീളനെ കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. തക്കാളിയൊന്നും അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മസാലകളിലൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്ന വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇതും നമുക്ക് ഇതിലൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും വെള്ളവും നല്ലപോലെ വറ്റി വന്നിരിക്കും. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്ന സോയ ആ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം സാദാ വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നിങ്ങൾ വലിയ ടൈപ്പ് സോയയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മസാലകൾ അത് നന്നായി പിടിക്കും. ഇതുപോലത്തെ ചെറിയ സോയയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഫ്ലെയിം ലോയിലിട്ടാൽ മതി. ഇപ്പോൾ സോയയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.